വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതൈ. കലാബോധം ഇല്ലാത്ത ഓരോരുത്തരും പേരും കലാബോധം പാണ്ട് ഗൈസ്. ഹായ് ഗൈസ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് കണ്ണൂർ, കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം വരെ വന്ന് എറണാകുളം എക്സ്പ്ലോർ ചെയ്ത് ആലപ്പുഴയും കണ്ട് ഇനി നേരെ കൊല്ലത്തോട്ടാണ്. EV കാറിലെ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ വലിയൊരു സുഹൃത്ത്, ഗൾഫിൽ ഒന്നിച്ച് നമ്മൾ ഉണ്ടായിരുന്ന സുഹൃത്ത് വിളിച്ചു. ഈ കേരള യാത്ര പ്ലാൻ ചെയ്ത് വിട്ടപ്പോൾ തന്നെ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു നമ്മളിതൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റൂല, പക്ഷെ എങ്കിലും ഇപ്പം ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ആൾ നിർബന്ധമായിട്ടും വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അവരുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം. ഈ റൂട്ടെല്ലാം എങ്ങനെയുണ്ട്? നല്ലുണ്ടല്ലേ. ഇനിയിപ്പോൾ നമ്മൾ 74 കിലോമീറ്ററാണ് ഡെസ്റ്റിനേഷനിലേക്ക് ഉള്ളത്. നിലവിൽ നമുക്ക് 71% ചാർജ് ഉണ്ട്. അതിൽ 225 കിലോമീറ്റർ ഓടാനും പറ്റും. സോ ചാർജിങ്ങിൻ്റെ ഹാൻഡ്സൈറ്റി ഒന്നുമില്ല, ടെൻഷനൊന്നുമില്ല. നല്ലൊരു ഹോട്ടൽ നോക്കി ഫുഡ് കഴിക്കാം, നേരെ അങ്ങോട്ടേക്ക് വിടാം എന്നാണ് പ്ലാൻ. ഇങ്ങനത്തെ പാട്ട് അതല്ല ഓർക്കൊരു രസമുള്ള പോലെ. പള്ളി പെരുന്ന നമുക്ക് ഇവിടുന്ന് പാലത്തുനിന്ന് റൈറ്റ് കാണിക്കുന്നുണ്ട്. റോഡ് വലിയ പരിചയമില്ല, ഗൂഗിൾ മാപ്പ് പറയുന്ന പോലെ പോവാണ്. ചില സമയത്ത് ഗൂഗിൾ മാപ്പും പറ്റിക്കുന്നല്ലേ, കുറേ തവണ ഗൂഗിൾ മാപ്പ് പറ്റിക്കുന്നു. ഇത് പറ്റിക്കൂല എന്ന് വിശ്വസിക്കാം. അവിടെ 2-3 പേരുണ്ട്, അവരോട് ചോദിക്കാം. കൊല്ലം 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 ഇതാണോ? ആ ആ ആ ആ പൊടിയാടി. ആ നല്ല അടിപൊളി റോഡാ. ആ ഓക്കെ ഓക്കെ ശരി ശരി ശരി. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി, അന്തിക്കൂടം കാമിഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തിൽ മീനും പിടിക്കണം, വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതൈ, അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതിമൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി, അന്തിക്കൂടം കാമെത്തി ഞാൻ ഇളങ്കള്ളി കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കോയിലേ. ഗൈസ്, ഫുള്ള് കുട്ടനാടൻ കായലിലൂടെ ഇതുണ്ടാ, ഫുള്ള് കായൽ തന്നെ. ആ ഒരു കുട്ടനാടൻ്റെ കായലെല്ലാം ആസ്വദിച്ചപ്പോൾ പോകുന്നുണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് നേരെ കുട്ടനാടൻ കഴിഞ്ഞ് കൊല്ലത്തോട്ട് പോവാണ് ഗൈസ്. കൊല്ലത്തോട്ട് പോവാണ്. എന്ത് രസമല്ല കുട്ടനാട്. നിനക്ക് പകൽ വെളിച്ചത്തിൽ നീ കണ്ടിനാ? പകൽ വെളിച്ചത്തിൽ ഞാൻ കണ്ടിട്ടില്ല കുട്ടനാട്. നോക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം. തിരിച്ചു വരുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാം. അപ്പൊ നമുക്ക് രാവിലെ ആ ഭംഗി ആസ്വദിക്കാം. ഇപ്പൊ രാത്രിയാണ് നമുക്ക് ചിലപ്പോൾ പേടിയാന്നില്ല. ഇല്ലെങ്കിൽ പകലായില്ലെങ്കിലേ അടുത്ത് വെള്ളം ഫുള്ള് വെള്ളം എല്ലാം ചിലപ്പോൾ ചെറിയൊരു പേടിയെല്ലാം വരത്തി. ഓക്കെ, ഇപ്പൊ ഇവിടെ നെല്ലിയാമ്പുറം ഇവിടെ എത്തി ഗൈസ്. നമ്മള് നേരെ പോയി കഴിഞ്ഞാൽ ശബരിമല 92, കൊല്ലം 64, തിരുവല്ല 4.5, കായംകുളം. അപ്പോൾ നമുക്കിപ്പോൾ പോകേണ്ടത് റൈറ്റിലേക്ക് 64 കിലോമീറ്റർ. റൈറ്റിൽ കൊല്ലം കാണിക്കണം. ഇവിടെ തന്നെ വാങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇതേടെ സ്ഥലം അറിയോ? പൊടിയാടി എത്തി. പൊടിയാടി ഗൈസ്, നമ്മളെ പൊടിയാടിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാണിക്കണം. നല്ലൊരു ഫ്രൂട്ട്സ് വാങ്ങുന്ന ഇനിയും ഉണ്ട് 60 കിലോമീറ്റർ. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ടൗൺ ഉണ്ടാവും. ഇത് ചെറിയ ടൗൺ ആയിരിക്കും. അന്ന് ഞാൻ നബീലിൻ്റെ അവിടെ പോകുമ്പോൾ എന്ത് കാണിക്കണം എന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ആകുമ്പോൾ നിസാർ പറഞ്ഞ് ഞാൻ എടുത്തരതാണ്. ഓൻ ഓരോന്ന് സെലക്ട് ആക്കി. എനിക്ക് പിള്ളേരെ ടേസ്റ്റ് അറിയുമല്ലോ.
നമ്മക്ക് തന്നെ തിന്നെങ്കിൽ ഭയങ്കര ടേസ്റ്റ്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അങ്ങനത്തെ സാധനങ്ങളാണ്. എനിക്ക് ഭയങ്കര സെലക്ഷൻ അതിനകത്ത്. അതുപോലെ ഇന്ന് നീ സെലക്ട് ആക്കിയാൽ മതി, എനിക്ക് അറിയുമല്ലോ പിള്ളേരുടെ ടേസ്റ്റ് എന്ത്. ഇല്ല അതെടുത്തിട്ട അതെടുക്കണായിരുന്നു. ഇതേതോ ഒരു പാലെത്തി, ഏത് പാലം അറിയാം? പുതിനാട്ടി ഫുള്ള് നിറഞ്ഞില്ലേ, വലിയ പാലം പകലായി നല്ല രസം കൊണ്ടാട്ടി. ഗൈസ് നമ്മളങ്ങനെ രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകട കണ്ടപ്പോൾ സൈഡാക്കി. ഇവിടുന്ന് നല്ല ഫുഡ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ റോട്ടിൻ്റെ പണിയെല്ലാം ഉണ്ടല്ലോ രാത്രി, അതും ടോർച്ചിൻ മറ്റേ ഫോണിൻ്റെ ലൈറ്റ് അടിച്ചിട്ട് എന്ത് പണിയിപ്പം. എന്ത് വർക്ക് ഇത്? എന്ത് വർക്ക്? केबल का रात में भी करता है का? രാത്രിയിലും കേബിളിൻ്റെ പണി നടക്കുന്നുണ്ട്. നല്ല നാടൻ ദോശൻ്റെ മണം വരുന്നുണ്ട് പുറത്ത്. പുരയെന്നെല്ലാം ഉണ്ടാകുന്നില്ല നാടൻ ദോശ, അതിൻ്റെ ഒരു മണം. അയ്യോ നല്ല ചൂട് ചൂട് ദോശ. ഇത് നമ്മളൊരു 3 ദോശൻ്റെ വലിപ്പമുണ്ടാവും, അതുകൊണ്ട് ഒരു ദോശ മതിയാവും തോന്നും. മസാല ദോശ ഇടയിപ്പാ, മസാല ദോശ പോലത്തെ സാധനം. ഗ്രീൻ പീസ് ഒരു ബീട്രൂട്ട് ബിസിന എടുത്തിട്ടാ നീ ഇതെടുത്തോ. ഇത് ബീട്രൂട്ട് അതുണ്ടോ? നോക്കട്ടെ ഏത് നോക്കട്ടെ ടേസ്റ്റ്. ഞാൻ ബീട്രൂട്ടും നോക്കി, നല്ലുണ്ട്. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ വെച്ച് ഇത് തന്നെ കറക്റ്റ്. ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. ശരി ശരി. അല്ലേ പിന്നെ ഇങ്ങനെ പോയാൽ മതി. മാവനാർ മാവലിക്കര കായംകുളം ഓച്ചിറ കരുനാഗപ്പള്ളി അത് നല്ല റൂട്ടാണ്. റോഡ് പക്കയാ ഉണ്ട്. ഈ പരുമല അവിടെ നേരെ പോകുമ്പോൾ ഫസ്റ്റ് സിഗ്നൽ ഉണ്ട്. ഒത്തിരി ഒന്നും പോകണ്ട. ഇവിടുന്ന് ഒരു ചെറിയൊരു പാലമുണ്ട്. പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ ആണെങ്കിൽ ഒരു സിഗ്നൽ കാണും. സിഗ്നലിന് അവിടുന്ന് ലെഫ്റ്റ് ഒരു 4-5 കിലോമീറ്റർ കയറി ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റിലോട്ട് തിരിഞ്ഞാൽ ചെങ്ങന്നൂർ എത്തുന്നു. ചെങ്ങന്നൂർ എത്തും. ചെങ്ങന്നൂർ നേരെ സ്ട്രൈറ്റ് പോയാൽ മതി. ചെങ്ങന്നൂർ ഹൈവേ ആണ്. ചെങ്ങന്നൂർ ഹൈവേ. അവരാണെങ്കിൽ വിളിക്കേ, വ്ളോഗ് ഉണ്ട്. നമ്മളത്ര വലിയ പുള്ളിയൊന്നുമല്ല, ഇങ്ങനെ കയറി വരുന്ന ഷഫീഖ് ചെമ്പിരിക്കാറുണ്ട്. നമ്മൾ റൂട്ട് ഇങ്ങോട്ട് കയറിയത് ചെറിയ ഒരു റോങ്ങായി പോയെന്നൊരു ഡൗട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇപ്പോൾ പോകുന്ന റൂട്ട് കുറച്ച് ചെറിയ റൂട്ടാണ്. അപ്പോൾ ഹൈവേ ആണ് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഹൈവേ ആകുമ്പോൾ ഏത് സമയത്ത് നമുക്ക് സേഫാണല്ലോ. ഉള്ളിലൂടെയുള്ള റോഡാകുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഹൈവേൻ്റെ അത്ര ഒരു സേഫ്റ്റി ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഹൈവേയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ഉള്ള റൂട്ട്. അതാണ് ഇതിൻ്റെ വീതിയെല്ലാം കാണുന്നില്ലേ. ഇപ്പോൾ ചെങ്ങന്നൂർ കയറിക്കഴിഞ്ഞാൽ ഹൈവേ എത്തും. ചെങ്ങന്നൂരിൽ നിന്ന് പിന്നെ കൊട്ടാരക്കര അല്ല ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരിയാണ്, കൊട്ടാരക്കര അങ്ങനെ പോകാനാണ് പറഞ്ഞത്. നമുക്ക് പോകേണ്ടത് കൊല്ലത്തേക്കാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ പോയി ഈ ഒരു റൂട്ട് കണക്റ്റായി പന്തളം മടൂർ അതന്നെയാണ് തോന്നുന്നത്. പന്തളം മടൂർ കൊട്ടാരക്കര തോന്നുന്നുണ്ട്. ഇതാ ഇതുപോലെ ഗൈസ് നമ്മൾ ഈ രാത്രി യാത്രയിൽ കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല. കുറച്ച് സമയം നിർത്തിക്കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ കണ്ട വിസിബിലിറ്റി കുറയും. ഇത് ഞാനെങ്ങനെ കൺട്രോൾ ചെയ്യലെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് പ്രശ്നം വരുന്ന മഴക്കാലത്ത് മഴയില്ലാതെ നിൽക്കുമ്പോഴാണ്, ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത്. അപ്പോൾ ഉള്ളിൽ ടെമ്പറേച്ചർ കുറച്ച് കുറക്കുക, ഒരു 24 വെച്ച് ഇതാക്കുക.
അപ്പോൾ പിന്നെ നമ്മൾ റണ്ണിങ്ങിൽ എന്താ വെച്ചാൽ ഔട്ട് സൈഡും ഇതേപോലെ വിൻഡോ തണുക്കുമ്പോൾ, അതായത് ഉള്ളിലത്തെ തണുപ്പ് കൂടുതലും പുറത്തത്തെ തണുപ്പ് കുറയുമ്പോഴാണ് അങ്ങനെ വരുന്നത്, ഹ്യൂമിഡിറ്റിയും കൂടി ഉണ്ടാകുമ്പോൾ. അതിനെ അങ്ങനെ കൺട്രോൾ ചെയ്യലാണ് സാധാരണ. ഇതിപ്പോൾ നിർത്തിയിടുമ്പോൾ പുറത്ത് ആ ഗ്ലാസിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒരു തണുത്ത വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്താലുണ്ടാകുന്നൊരു പ്രതിഭാസമില്ല, ആ സെയിം സംഭവം വരും. ഇതെല്ലാവർക്കും ഫേസ് ചെയ്യുന്നു, ഞങ്ങൾക്കും ഫേസ് ചെയ്ത് ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നു. ഇപ്പോൾ ക്ലിയർ ആയല്ലേ? നോക്കിയേ, നീ എന്നെ എടുക്കുന്ന, നീ ഗ്ലാസ്സിനെ എടുക്കുന്ന, അതാ നീ അവിടെ അത് കാണിക്കുക, കറക്റ്റ് മനസ്സിലാണ്, കാണുന്നില്ലേ? ഇത് നല്ലോണം ഉണ്ടായി ഇപ്പോൾ പോയത്. ഇത് ചെങ്ങന്നൂര്, അവിടുന്ന് റൈറ്റ്. ഓക്കെ ഓക്കെ, എന്തായാലും നമ്മൾ ഒരു പുരക്കേക്ക് പോകുന്നതല്ലേ, അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും സാധനം മേടിക്കണ്ടല്ലേ. കുറച്ച് ചോക്ലേറ്റും അങ്ങനത്തെ കുറച്ച് ചെറിയ ബേക്കറിയും ഉള്ളത് നോക്കിയിട്ട് വാങ്ങാം. നട്ടപ്പാതിരാത്രി ഷോപ്പിംഗ്. അങ്ങനത്തെ വേണം. ഫ്രൂട്ട് എടുത്തു വന്നാൽ എടുത്തു. ഏതായാലും ചോക്ലേറ്റ് ഐറ്റംസ് മാത്രം വെച്ചാൽ ശരിയാവില്ല, കുറച്ച് ഫ്രൂട്ട്സും കൂടി എടുക്കാം. ഇത് ഒന്ന് മാറ്റുന്ന എന്തോ ചെറിയ മാർക്ക് ഉണ്ട്. പക്ഷെ എന്നാലും ഒരു കാണുമ്പോൾ ഒരു സുഖമില്ല. അത് ശരി. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ളൊരു ഇലക്ട്രിക് കാറിലുള്ള ട്രിപ്പിലാണ്. അത് ശരി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്തേക്കാണ്. ഇവിടെ കേരള ഭാഗ്യം ഉണ്ടായി. അതെ അതെ, ഭാഗ്യമുണ്ടായി. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതെ, ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തത് നേരെ ഭീമാപള്ളി പിടിക്കാനായിരുന്നു. തിരുവനന്തപുരം. അപ്പോൾ കൊല്ലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം. അതെയാ, കടുവാപ്പള്ളി നല്ല. അത് ശരി, കടുവാപ്പള്ളി അല്ലേ. അപ്പോൾ ഞാൻ നാളെ എന്തായാലും കൊല്ലത്താ സ്റ്റേ. നമ്മളൊരു കൂട്ടുകാരനുണ്ട്, അപ്പോൾ അവനിങ്ങനെ വിളിച്ചു, എന്തായാലും നീ ഇവിടെ. എൻ്റെ ഷഫീഖ്, കൂട്ടുകാരൻ്റെ പേരും ഷഫീഖ് എന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പോവാതൊരു പോകുന്നത് ശരിയല്ല. ആ, അവനറിയായിരിക്കും അല്ലേ? ആ ആ. അപ്പോൾ നാളെ കടുവാപ്പള്ളി പിടിച്ച് ഭീമാപള്ളി പോവാം. കടുവാപ്പള്ളി ഒരു വത്തക്കയും തന്നു, ഒരു വത്തക്കയും തന്നു. നിങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാ? ആ, പേര് നിസാം. ആപ്പിള്, ഒരു കിലോ ഓറഞ്ച്, ഒരു കുപ്പി വെള്ളം. ആ, വലുതാട്ടോ വെള്ളം. ബാറ്ററി അതെ, അത് 330 കിലോമീറ്റർ. അപ്പോൾ ഇൻഷാല്ലാ കാണാം. പേര് നിസാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇൻഷാല്ലാ കാണാം. അസ്സലാമു കൊല്ലത്ത് ആ പള്ളി എവിടെയാണ് പറഞ്ഞത്? കടുവാപ്പള്ളി. ആ, അതിനൊരു കവർ ഇട്ട് തരുമോ? നീ വെള്ളം എടുത്തോ. നമുക്ക് ഇവിടുന്ന് ഹൈവേ പിടിച്ചിട്ട് ഇനി ചെങ്ങന്നൂർ വഴി തിരുവനന്തപുരം റൂട്ടിലേക്ക് കയറാം. അതാണല്ലേ. ഓക്കെ, ഹൈവേ ആണിത്, നാഷണൽ ഹൈവേ. ചൊട്ടിവിട കേസ് നമ്മളിപ്പോൾ ചെങ്ങന്നൂരെത്തി. ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പോവാം. ചാർജിൻ്റെ ഇത് ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ കുത്തുന്ന. അപ്പോൾ ഇവിടെ ഇത് കമ്മീഷൻ ചെയ്തിട്ടാന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ കുത്തായിരുന്നു. പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തെന്ന് തോന്നുന്നു. ഇവിടെ കമ്മീഷൻ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. സാധനം വർക്കാവുന്നില്ല. നമ്മളെന്തായാലും ഇതിൻ്റെ വൈപ്പറിലുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. രാത്രി മിസ്റ്റ് പിടിക്കുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ഇടങ്ങേറാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് വൈപ്പർ ബ്ലേഡിലേക്കുള്ള വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് പോവാം. വെള്ളം ഈ സ്പ്രേ ഒഴിച്ചിട്ട്. ഫുള്ളായി. ബാക്കി നമുക്ക് ഒന്ന് ഗ്ലാസ്സിൽ വെച്ചിട്ട് സ്പ്രേ ആക്കിയിട്ട് വൈപ്പർ 2-3 വട്ടം ഓൺ ആക്കിയിട്ട് ഇടാം. പന്തളം, അടൂര്, ആ
അടൂര്, പിന്നെ എനത് കൊട്ട എനത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിൻ്റെ ഇടയിൽ ഒറ്റ വഴി. ഓക്കെ ഓക്കെ ശരി. ഓക്കെ എന്നാ ശരി. ഇത് 24 hours 24 hours. അതും കൂടി വന്നാൽ നല്ല സൗകര്യമാണ് അല്ലേ ടി വിൻ്റെ. കണക്ഷൻ കൊടുത്തതിനകത്ത് വ്യത്യാസം തോന്നുന്നു. ചാർജ് ഇതാകുന്നില്ല. റെഡി ആവുമായിരിക്കും പെട്ടെന്ന്. ഓക്കെ ശരി ശരി. ഇല്ലോലം വെച്ചിട്ട് നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡ്രൈവ് ആക്കുന്നുണ്ട്. കൊട്ടാരക്കര ടൗൺ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്ക്. റൈറ്റ് കൊട്ടാരക്കര, തിരുവനന്തപുരം അങ്ങോട്ട്, കോട്ടയം അങ്ങോട്ട്. അപ്പോൾ ഇത് അയ്യോ മാറിയാ തിരുവനന്തപുരം അങ്ങോട്ടല്ലേ ഗൈസ്. നമ്മളെ ക്യാമറകൾ ഫുള്ള് ടയർഡായിപ്പോയി. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ആലപ്പുഴ സ്റ്റേ ആണ്. അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊല്ലത്തേക്കാക്കി. ഫുൾ ടയർഡായിപ്പോയി അല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച നല്ലൊരു സ്ഥലത്ത് കൂടണമെന്നുണ്ട്. നടക്കില്ല. അതുകൊണ്ടാണ് എന്തായാലും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നത്. നമുക്കിപ്പോൾ ചാർജ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഇവിൻ്റെ ചാർജിങ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 55% ഉണ്ട്, 53% ഉണ്ട്. ഈ ഉള്ള ചാർജിൽ 168 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എത്തേണ്ട ലൊക്കേഷനിലേക്ക് 36 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 36 മതിയില്ല എന്ന് തോന്നുന്നുണ്ട്, അറിയില്ല, നോക്കാം. പിന്നെ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഫുൾ ടയർഡാണ്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. എത്തിയിട്ട് ബാക്കി കാണാം. നമ്മൾ ലൊക്കേഷൻ എത്തിയെന്നാണ് ഗൂഗിൾ മാമൻ പറയുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് 200 മീറ്ററേ ഉള്ളൂ. അങ്ങനെ നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ്. ആരോടെ അമ്മ ഉറങ്ങാൻ പറഞ്ഞു, എത്തിയിട്ടാകുമ്പോൾ വിളിച്ചാണ്. അവർ കാത്തു നിൽക്കും. മുമ്പ് അപ്പുറത്തെ വേറെ ചെറിയൊരു വഴി കാണിക്കുന്നുണ്ടായിരുന്നു, ഉണ്ടാവാ കയ്യിലെ പോകാത്ത. ആദ്യമായിട്ടാണ് ചങ്ങാൻ്റെ വീട്ടിലേക്ക് വരുന്നത്. കാരണം നമ്മളൊരറ്റത്ത് ഇവർ വേറെ അറ്റത്തായതുകൊണ്ടൊന്നും ഇങ്ങോട്ട് വരലില്ല. മാവിൻ്റെ ചോട്ടിലൊക്കെ